ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ സവാളയാണ്. അപ്പോൾ ഒരു 2 സവാള ഞാനിവിടെ നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ടും ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് കടലമാവാണ് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ പെരുംജീരകം ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. നെയ്യ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഓയിൽ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർക്കാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇത് കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസായി പോകും. അതേസമയം ഒരുപാട് കട്ടിയായി പോരുത്. ഇപ്പോൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ കുഴയ്ക്കുക. അതിലും കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ ആയിരിക്കും. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസല്ല, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ ബോൾസാക്കി ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിലും നമ്മളിത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാവണം. അതിനുശേഷം നമുക്ക് ഓരോ ബോൾസും ഈ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ അകം ശരിക്കും വേവണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ശരിക്കും അകം വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കുക. ഒരു സൈഡ് നല്ല ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡ്സും നല്ല ഒരു ഗോൾഡൻ കളർ ആവണം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകം ശരിക്കും വെന്തെന്ന് വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതേപോലെ അകത്തും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.